സീ യു അറ്റ് വർക്ക് ടുമോറോ എപ്പിസോഡ് 11 തുടങ്ങുന്നത് തന്നെ ജിയോൺ എല്ലാവരെയും ഞെട്ടിക്കുന്ന ആ തീരുമാനത്തോടെയാണ്. സീവുവിനെ കുറിച്ച് ഓഫീസിൽ പടർന്ന അഫയർ അഭ്യൂഹം അവസാനിപ്പിക്കാൻ അവൾ എല്ലാവരുടെയും മുന്നിൽ സീവുവിന്റെ കൈ പിടിച്ചു നിൽക്കുന്നു. മാനേജർ കോയുടെ മുന്നിൽ തന്നെ ആ രാത്രിയിൽ സീവുവിനൊപ്പം ഉണ്ടായിരുന്നത് താനാണെന്നും അവർ ഔദ്യോഗികമായി പ്രണയത്തിലാണെന്നും അവൾ തുറന്നു പറയുന്നു. അതിലൂടെ സീവുവിനെതിരായ എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് തെളിയുകയാണ്. പക്ഷെ ജിയോണിന്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്. എന്റെ ധൈര്യം മാത്രമാണ് അവനെ സംരക്ഷിക്കുമെന്ന് ഞാൻ കരുതി, പക്ഷെ അങ്ങനെ വിചാരിച്ചത് എന്റെ അഹങ്കാരമായിരുന്നു എന്ന്. ഈ വാർത്ത ഓഫീസ് ആകെ കാട്ടുതീ പോലെ പടരുന്നു. എല്ലാവർക്കും ജിയോണിനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനിടെ സൂജിൻ അവളെ ഒറ്റയ്ക്ക് വിളിച്ച് ഇനി പലരും അവളെ താഴെ ഇറക്കാൻ ശ്രമിക്കുമെന്നും അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ജിയോണും സീവുവും ഒരു തീരുമാനമെടുക്കുന്നു. ഇനി ബന്ധം മറച്ചുവെക്കാതെ വിവാഹം വരെ ചിന്തിച്ചാണ് ഞങ്ങൾ പ്രണയിക്കുന്നതെന്ന് എല്ലാവരോടും പറയാമെന്ന് അവർ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം ഓഫീസിലെ ഗോസിപ്പിന് ഒരു കുറവുമില്ല. ജോലി നടക്കുന്നതിനിടെയും എല്ലാവരുടെയും സംസാര വിഷയം ഇതുതന്നെയാണ്. കീതേയെ സഹപ്രവർത്തകർ ഡിന്നറിന് വിളിക്കുമ്പോൾ ജിയോണിനോട് പറയണ്ട, അവൾ ഇപ്പോൾ ബോസിന്റെ ഗേൾഫ്രണ്ട് അല്ലേ എന്ന് പറയുന്നത് അവൾക്കെതിരെയുള്ള മനോഭാവം എത്ര വേഗം മാറിയെന്ന് കാണിക്കുന്നു. മറ്റൊരിടത്ത് നോ ജിൻചുൾ മാനേജർ കോയോട് ഇനി ഒരിക്കലും തന്നെ വിളിക്കരുതെന്ന് കർശനമായി പറയുകയാണ്. ഇതിനിടെ ജിയോണും സീവുവും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജറെ കണ്ടുമുട്ടി പുതിയ ഹോം AI സോൺ പ്രൊജക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. സ്വന്തം ഉൽപ്പന്നങ്ങൾ മാത്രം പ്രദർശിപ്പിക്കാതെ മത്സരിക്കുന്ന കമ്പനികൾക്കായും പ്രത്യേക തീം സോണുകൾ ഒരുക്കാമെന്ന അവരുടെ ആശയം മാനേജർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ രാത്രി സഹപ്രവർത്തകരുടെ ഡിന്നറിലേക്ക് ജിയോണും എത്തുന്നു. താൻ സീവുവിനൊപ്പം പ്രണയത്തിലാണെന്ന കാരണത്താൽ ഒട്ടും മാറിയിട്ടില്ലെന്നും പഴയതുപോലെ തന്നെ എല്ലാവരുടെയും സുഹൃത്താണെന്നും അവൾ തെളിയിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം സീവുവിനെ വിളിച്ച് ഇരുവരും സ്നേഹത്തോടെ കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഓഫീസിലെ ചിലരുടെ മനസ്സിൽ അസൂയ വളരുകയാണ്. സീവു പ്രത്യേക പ്രമോഷനായി ജിയോണിനെ തിരഞ്ഞെടുത്തത് പ്രണയത്തിന്റെ പേരിലാണെന്നും അതിന് അർഹത മറ്റുള്ളവർക്കായിരുന്നുവെന്നും ചിലർ പറയാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം ഓഫീസിലെത്തിയ ജിയോണിന്റെ മേശപ്പുറത്ത് ഒരു ഓറഞ്ച് കാണാം. അതിൽ നിന്നെ വെറുക്കുന്നു എന്ന സന്ദേശം എഴുതിയിരിക്കുന്നു. അവൾ ഒന്നും പറയാതെ ആ ഓറഞ്ച് ബാഗിലിട്ട് മീറ്റിംഗിലേക്ക് പോവുകയാണ്. എക്സിക്യൂട്ടീവുകൾക്ക് മുന്നിൽ ജിയോണും സീവുവും അവരുടെ പുതിയ പദ്ധതിയുടെ അവതരണം നടത്തുന്നു. ആശയം എല്ലാവരെയും ആകർഷിച്ചെങ്കിലും ജിൻചുൾ ഉടൻ തന്നെ സീവു ജിയോണിന് അനാവശ്യ മുൻഗണന നൽകുകയാണെന്നും ഈ പദ്ധതി വളരെ അപകട സാധ്യതയുള്ളതാണെന്നും ആരോപിക്കുന്നു. മറ്റുള്ളവരും അതിനെ പിന്തുണയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒടുവിൽ പ്രസിഡന്റ് ഹാൻ കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പദ്ധതി കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു. മീറ്റിംഗിന് ശേഷം സീവു ജിയോണിനെ ഡെമോ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. വലിയ ഹെഡ്ഫോൺ അവളുടെ ചെവിയിൽ വെച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും കേൾക്കണ്ട എന്ന് പറയുന്നു. ആ നിമിഷം ജിയോൺ അവനെ നോക്കി ആദ്യമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ്. വളരെ മനോഹരമായ ഒരു രംഗമാണ് അത്. വൈകുന്നേരം വീട്ടിലെത്തിയ ജിയോൺ ആ ഓറഞ്ച് തൊലി കളയുന്നു. അതിലുണ്ടായിരുന്ന വെറുപ്പിന്റെ സന്ദേശവും ചവറ്റുകുട്ടയിലാക്കുന്നു. പക്ഷേ ഓറഞ്ചിന്റെ ഉള്ളിലെ മധുരം അവൾ ആസ്വദിച്ച് കഴിക്കുകയാണ്. ആളുകളുടെ വിഷമുള്ള വാക്കുകൾ പുറത്തേക്കെറിഞ്ഞ് ജീവിതത്തിലെ നല്ലതിനെ മാത്രം സ്വീകരിക്കണമെന്ന മനോഹരമായ പ്രതികാരമാണ് ഈ രംഗം. മറ്റൊരു വശത്ത് നോവയെ കാണാൻ ലീ തന്റെ സ്റ്റുഡിയോയിലേക്ക് വിളിക്കുന്നു. ഇരുവർക്കുമായി ഒരേപോലെയുള്ള ബ്രേസ്ലെറ്റുകൾ സമ്മാനമായി നൽകുന്നു. വിദേശത്ത് ജോലി ചെയ്യാൻ പോകേണ്ടി വന്നാൽ എന്തു ചെയ്യുമെന്ന് നോവ ചോദിക്കുമ്പോൾ അത് വെറും ഒരു സങ്കല്പം എന്ന പോലെ ലീ ചിരിച്ചു തള്ളുകയാണ്. അതേസമയം HR വിഭാഗത്തിൽ സീവുവിനെതിരെ ഔദ്യോഗികമായി പരാതി എത്തുന്നു. ജിയോണിന് അനാവശ്യമായി പ്രമോഷൻ നൽകി പ്രത്യേക പരിഗണന നൽകിയെന്നാണ് പരാതി. HR അന്വേഷണം ആരംഭിക്കുന്നു. കമ്പനിയുടെ പേരിൽ ദോഷമുണ്ടാകുന്നുവെന്നും സീവു രാജിവെക്കണമെന്നും ചില എക്സിക്യൂട്ടീവുകൾ പ്രസിഡന്റ് ഹാനോട് ആവശ്യപ്പെടുന്നു. സൂജിൻ HRനോട് സീവുവിനും ജിയോണിനും വേണ്ടി സംസാരിച്ചെങ്കിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അവസാനം പ്രസിഡന്റ് ഹാൻ ഒരു കടുത്ത തീരുമാനമെടുക്കുന്നു. ഹോം AI ലോഞ്ച് കഴിഞ്ഞാൽ ജിയോണിന്റെ പ്രത്യേക പ്രമോഷൻ റദ്ദാക്കുകയും അവളെ മറ്റൊരു ടീമിലേക്ക് മാറ്റുകയും ചെയ്യും. സീവുവിനെ നഷ്ടപ്പെടുത്താൻ കമ്പനിക്ക് കഴിയില്ല എന്നതാണ് അവരുടെ കാരണം. ഈ പരാതി സംബന്ധിച്ച കാര്യമറിഞ്ഞ ജിയോൺ സീവുവിനെ കാണാൻ വരുന്നു. പക്ഷെ ചുറ്റും എല്ലാവരും ഉള്ളതിനാൽ അവൾ ഒന്നും പറയാതെ അവനെ കടന്നു പോവുകയാണ്. പിന്നീട് ഇരുവരും സങ് മിന്റിന്റെ ബാറിൽ കണ്ടുമുട്ടുന്നു. ഓഫീസിൽ ഇനി കുറച്ച് അകലം പാലിക്കാമെന്ന് ജിയോൺ പറയുന്നുണ്ട്. തന്റെ കാരണത്താൽ അവൾ ഇത്രയും സഹിക്കേണ്ടി വരുന്നതിൽ സീവു അവളോട് ക്ഷമ ചോദിക്കുകയാണ്. ഓഫീസിൽ തിരിച്ചെത്തിയ ജിയോൺ തന്റെ പ്രമോഷൻ നഷ്ടമായതായി മനസ്സിലാക്കുന്നു. മാനേജർക്കോ അതിന്റെ പേരിൽ അവളെ പരിഹസിക്കുകയാണ്. പക്ഷെ ഇത്തവണ അവൾ ശക്തമായി തിരിച്ചു നിൽക്കുന്നു. ദേഷ്യപ്പെട്ട മാനേജർക്കോ അവളുടെ കാലിലേക്ക് വെള്ളമൊഴിക്കുകയും കൈ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും സീവു ഇടപെടുകയാണ്.
എല്ലാവരുടെയും മുന്നിൽ തന്നെ തനിക്കും സൂജിനുമെതിരായ വ്യാജ പോസ്റ്റ് ഇട്ടത് മാനേജർ കോ ആണെന്ന് സീവു വെളിപ്പെടുത്തുന്നു. പിന്നീട് ജിയുൺ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും തുറന്നു പറയുമ്പോൾ സീവു അവളെ ചേർത്ത് പിടിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജിയുൺ പ്രസിഡന്റ് ഹാനെ കാണുകയും ഹോം AI 1 മാസം നീളുന്ന പോപ്പ് അപ്പ് എക്സിബിഷനായി നടത്താനുള്ള പുതിയ ആശയം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രസിഡന്റ് അത് ഉടൻ അംഗീകരിക്കുന്നുണ്ട്. മനസ്സിൽ ജിയുൺ പോലൊരു കഴിവുള്ള ജീവനക്കാരിയെ നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നും അവർ ചിന്തിക്കുന്നു. മാനേജർ കോയുടെ നിരന്തര പീഡനം സഹിക്കാനാവാതെ നോവ അദ്ദേഹത്തിനെതിരെ ഔദ്യോഗികമായി പരാതി നൽകുന്നു. തെളിവായി ശബ്ദരേഖയും സമർപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിൽ അവൾ ധൈര്യത്തോടെ നിന്ന് 2 വർഷത്തേക്ക് സെനഗലിലേക്ക് പോവുകയാണെന്നും ഇനി അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യില്ലെന്നും പ്രഖ്യാപിക്കുന്നു. അത് കണ്ട മറ്റു ജീവനക്കാരും മാനേജർ കോയ്ക്കെതിരെ പരാതികൾ നൽകാൻ തുടങ്ങുന്നു. അതിനുശേഷം ഡെവലപ്മെന്റ് ടീമിന്റെ മേധാവി ജിയോണിനെ സമീപിക്കുന്നു. പുതിയ ഫ്യൂച്ചർ ടെക് ഡെവലപ്മെന്റ് ടീം എന്ന വിഭാഗത്തിന്റെ നേതൃത്വം തനിക്കാണെന്നും പ്ലാനിങ്ങും പ്രൊഡക്റ്റ് ഡെവലപ്മെന്റും ഒരുപോലെ മനസ്സിലാക്കുന്ന ജിയോൺ തന്റെ ടീമിലേക്ക് വരണമെന്നും അദ്ദേഹം പറയുന്നു. അത് അവളുടെ കഴിവിന് ലഭിച്ച വലിയ അംഗീകാരമായിരുന്നു. ഹോം AI ലോഞ്ച് അടുത്തെത്തുമ്പോൾ മുഴുവൻ ടീമും രാവും പകലും കഠിനമായി ജോലി ചെയ്യുന്നു. ലോഞ്ചിന് മുമ്പുള്ള രാത്രി പോലും അവർ ഉറങ്ങാതെ ജോലി പൂർത്തിയാക്കുന്നു. നഗരമൊട്ടാകെ ഹോം AIയുടെ പരസ്യം പ്രദർശിപ്പിക്കപ്പെടുന്നു. അതിൽ ഗായുൾ അഭിനയിച്ച വെബ് ഡ്രാമയും വലിയ ശ്രദ്ധ നേടുകയാണ്. ലോഞ്ചിന് ശേഷം സീവു ജിയൂണിനോട് അടുത്ത ദിവസം അവധിയെടുക്കുകയാണെന്ന് പറയുന്നു. അച്ഛന്റെ ജന്മദിനം ആഘോഷിക്കാനാണ് പോകുന്നത്. അതിനൊപ്പം എന്ത് തീരുമാനമെടുത്താലും നിനക്ക് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കണമെന്ന് ജിയൂണിനോട് വാക്കുവാങ്ങുകയും ചെയ്യുന്നു. മറ്റൊരു വശത്ത് നോവ ഒടുവിൽ ലീയോട് സത്യം പറയുകയാണ്. 2 വർഷത്തേക്ക് സെനഗലിലേക്ക് പോവുകയാണെന്നും അവൾ തുറന്നു പറയുന്നു. പക്ഷേ ലീ അത് സ്വീകരിക്കാൻ തയ്യാറല്ല. അവൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ നടന്നു പോകുന്നു. നോവ അവന്റെ പിന്നാലെ ഓടിയെങ്കിലും അവൻ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല. അതേസമയം ജിയോണും സൂജിനും സങ്മിനിന്റെ ബാറിൽ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നു. HR-ൽ തനിക്ക് വേണ്ടി സംസാരിച്ചതിന് ജിയോൺ സൂജിനോട് നന്ദി പറയുന്നു. ഇരുവരും പരസ്പരം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുവെന്ന് മനസ്സ് തുറന്ന് സമ്മതിക്കുകയാണ്. വീട്ടിലെത്തിയ ജിയൂണിന് സീവുവിന്റെ മനസ്സിൽ എന്തോ വലിയ വിഷമമുണ്ടെന്ന് തോന്നുന്നു. അവസാന രംഗത്തിൽ സീവു തന്റെ അച്ഛന് ജന്മദിന സമ്മാനമായി താനും ജിയൂണും ചേർന്ന് നന്നാക്കിയ പഴയ സ്പീക്കർ നൽകുന്നു. അച്ഛനും മകനും കടൽ തീരത്ത് നടക്കുകയും പിന്നീട് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. അവിടെ ജിയൂൺ അവരെ കാത്തു നിൽക്കുന്നത് കണ്ട സീവു അത്ഭുതപ്പെടുകയാണ്. അച്ഛൻ ജിയൂണിനായി ഭക്ഷണം തയ്യാറാക്കാൻ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു. ആ സമയം സീവു തന്റെ മനസ്സിലുള്ള സത്യം തുറന്നു പറയുകയാണ്. ഇത്രയും നാളായി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഞാൻ ഈ കമ്പനിയിലെ ജോലി രാജിവെക്കാൻ പോവുകയാണ്. സീവുവിന്റെ ഈ അപ്രതീക്ഷിത തീരുമാനത്തോടെയാണ് 11ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സീവു ശരിക്കും ജോലി ഉപേക്ഷിക്കുമോ? ജിയോൺ പുതിയ ടീമിലേക്ക് മാറുമോ? അവരുടെ പ്രണയത്തിനും കരിയറിനും ഇനി എന്ത് സംഭവിക്കും എന്ന ആകാംക്ഷയോടെ പ്രേക്ഷകരെ അടുത്ത എപ്പിസോഡിലേക്ക് ഈ ഭാഗം നയിക്കുന്നു. ഇനി ഒരു എപ്പിസോഡ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫൈനൽ എപ്പിസോഡ് കാണുവാൻ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.